ഈശോയിൽ സ്നേഹമുള്ളവരെ, നല്ലൊരു ഞായറാഴ്ച സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. നമ്മൾ ആദ്യം ഓർക്കുന്നൊരു ചിന്ത പഴയ നിയമമാണ് കഠിനം, പുതിയ നിയമം ഇത്തിരി കൂടി എളുപ്പമാണെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമം കുറച്ചും കൂടി കഠിനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയായിരുന്നു, ഒരു സ്ത്രീയുമായിട്ടൊരു പുരുഷൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് പ്രവൃത്തിയിലേക്ക് പോകുന്നത്. നിന്റെ വിചാരത്തിൽ നീ ഒരു പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ പോലും അതവിടെ വ്യഭിചാരമായിട്ട് മാറാണ്. അപ്പോൾ നിന്റെ വിചാരം പോലും ഒരു പാപത്തിൻ്റെ ഒരു ആഴത്തിലേക്ക് നിന്നെ നയിക്കുന്നു, ഒരു കഠിനമായൊരു ബോധ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പാപത്തിൻ്റെ ഗൗരവാവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രവൃത്തിയിൽ നിന്ന് വിചാരത്തിലേക്ക് അതിനെ പതിയെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അതിനെ ശരിക്കും ആ നിയമത്തിൽ നിന്ന് ടൈറ്റ് ചെയ്യാണ് ഈശോ ഇവിടെ. ഈ ഒരു ദിവസം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ നീതിമാന്മാരാണ്, വളരെ വിശുദ്ധരാണ്, വലിയ പാപമൊന്നും ചെയ്യണില്ല അല്ലേ. ഈ നീതിമാനും ചുങ്കക്കാരനും കൂടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശരിക്കും ഈ നീതിമാനായിട്ട് മാറുന്ന ആ യഹൂദനെ പോലെയാവും നമ്മളിപ്പോഴും. നമ്മൾ പറയും ഞാൻ മറ്റുള്ളവരെ പോലെയൊന്നും അല്ല, പാപം ചെയ്യുന്നവനൊന്നും അല്ല, ഞാനിങ്ങനെ ഉപവസിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ പാപിയായ മനുഷ്യൻ എന്താ പറഞ്ഞത്, അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ലാത്തവനെ ആ ചുങ്കക്കാരനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്താണ്. കാരണം അവൻ ചിലപ്പോൾ വലിയ പ്രവൃത്തിയൊന്നും ചെയ്തിട്ടായിരിക്കില്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വിചാരങ്ങളെ പോലും അവന് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഈ ഒരു നൊമ്പരാണ്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല, എൻ്റെ മനസ്സിൻ്റെ വികാരം എന്താണെന്നുള്ളതാണ്. സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ, അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു നന്മ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാകുന്നുണ്ടോ? ഈ നോമ്പ് കാലത്തിൽ ഞാൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചുള്ള ധ്യാനമല്ല, എൻ്റെ ഹൃദയത്തെ ശരിക്കും വീണ്ടും വിചാരം നടത്തി അതിനെ ഒന്ന് ക്രമപ്പെടുത്തുന്നതാവട്ടെ ഈ ഒരു നോമ്പ് കാലം. അങ്ങനെ ഹൃദയ വിചാരങ്ങൾ ശരിക്കും വിശുദ്ധിയുള്ളതും കൃപയുള്ളതുമായി മാറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.